സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നൽകേണ്ടത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, മാ നഹല വാലിദുൻ അൽ വലദ അഫ്ളല മിൻ അദബിൻ ഹസൻ. ബാപ്പയും ഉമ്മയും കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രൈസ് അദബുൻ ഹസൻ, നല്ല അച്ചടക്കമുള്ള ജീവിതമാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞു കാണുന്ന അതാണ്. അറിവിലൂടെയും ആരാധനയിലൂടെയും മക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കണം മാതാപിതാക്കൾ. ആ അറിവിലൂടെയും ഇബാദത്തിലൂടെയും വഴി കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം എങ്ങനെയാണ് സ്നേഹം, എങ്ങനെയാണ് ബന്ധം, എങ്ങനെയാണ് കുടുംബ ജീവിതത്തിൽ ബന്ധം പുലർത്തി ജീവിക്കേണ്ടത് എന്നത് പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറം പ്രാക്ടിക്കലായ ജീവിതത്തിലൂടെ മാതാപിതാക്കൾ പകർന്നു കൊടുക്കണം. ആ പകർന്നു കൊടുക്കുന്ന സംഗതിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്. വഅളും നസീഹത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമായ ജീവിതത്തിനാണ് ഏറ്റവും വലിയ സ്വാധീനമുണ്ടാവുക. ചരിത്രത്തിൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ച മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ആ സ്നേഹത്തിനെ നിർവചിക്കാൻ നമുക്ക് കഴിയില്ല. തുല്യതയില്ലാത്ത വിധം സ്വന്തം ശരീരവും സമ്പത്തും കുടുംബവും മക്കളും നാട്ടുകാരും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന സ്നേഹബന്ധമുള്ള കുടുംബജീവിതം. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കുടുംബങ്ങളുണ്ട്, പക്ഷെ അത് പറയാൻ മാത്രമേ ഉള്ളൂ. ബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക് എത്തിച്ചേർന്ന് കുടുംബജീവിതത്തിന്റെ ബന്ധത്തിന്റെ മർമ്മം അനുഭവിക്കുന്നവർ വളരെ കുറവാണ്. നല്ല നിലക്ക് കുടുംബബന്ധം പുലർത്തുന്ന ആൾക്ക് അർശിന്റെ തണൽ നൽകപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വവാസിലുർ റഹിം യുമദ്ദു ലഹു ഫീ അജ്ലിഹി വയുവസ്സഉ ലഹു ഫീ റിസ്ഖിഹി. അർശിന്റെ തണൽ നൽകപ്പെടുന്ന വിഭാഗത്തെ വിശദീകരിച്ച ഒരു ഹദീസിൽ തങ്ങൾ പറഞ്ഞു, കുടുംബബന്ധം പുലർത്തുന്നവന് അർശിന്റെ തണൽ നൽകപ്പെടും. കുടുംബങ്ങളിൽ നിന്ന് വരുന്ന അസ്വാരസ്യങ്ങൾ ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനുമുള്ള കഴിവാണ് ഏറ്റവും വലിയ ബന്ധത്തിന്റെ കഴിവ്. അതിനാകണം സഹോദരങ്ങളെ, അതാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. കുടുംബക്കാരിൽ നിന്ന് അസഹ്യമായ അവസ്ഥകൾ നേരിട്ടെന്ന് വന്നേക്കാം, പക്ഷെ അത് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ഏറ്റവും വലിയ സ്വഭാവം അതാണ്. അബൂ ത്വാലിബും ഖദീജ റളിയല്ലാഹു അൻഹയും രണ്ടുപേരും വഫാത്തായ ശേഷം അകന്ന കുടുംബങ്ങൾ എന്നൊരു ബന്ധം വെച്ചുകൊണ്ടാണ് ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. അവിടെയുള്ള റബീഅത്തിന്റെ മക്കൾ തങ്ങളുടെ അകന്ന ബന്ധുക്കളാണ്. പക്ഷേ ബന്ധം എന്ന ഒരു മേൽവിലാസത്തിൽ അവരടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ ദിവസമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള ദിവസമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉഹുദൊന്നും അല്ല തങ്ങൾക്ക് ഏറ്റവും പ്രയാസം, ബദറല്ല, ഖന്ദഖല്ല, ഹുനൈനല്ല, ഒന്നുമല്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ തങ്ങൾ ഉത്തരം പറഞ്ഞതാണ്. ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബും വഫാത്തായ ശേഷം എന്റെ കുടുംബക്കാരെ ആശ്രയിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവർ ചെറിയ കുട്ടികളെ കൊണ്ട് ബുദ്ധിയില്ലാത്ത ആളുകളെ വിട്ട് എന്നെ കൂക്കി വിളിക്കുകയും കല്ലേറ് നടത്തുകയും ചെയ്തു. തിരുപാദങ്ങളിൽ നിന്ന് രക്തം മുറ്റി വീണ ആ മണ്ണിൽ നിന്ന് ഒരിക്കലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ പ്രാർത്ഥന നടത്തിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് സമ്മതം ചോദിച്ചിട്ട് പോലും സമ്മതം കൊടുക്കാതെ അവരുടെ നേർവഴിക്ക് വേണ്ടി, മാപ്പിന് വേണ്ടിയാണ് തങ്ങൾ ദുആ ചെയ്തത്. ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാർത്ഥമായ ബന്ധമുണ്ടാകണം. ആത്മാർത്ഥമായ ബന്ധത്തിന്റെ ഏറ്റവും വലിയ അടയാളം വിട്ടുവീഴ്ച മനോഭാവമാണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും, നമ്മളാരും മാസൂമുകളല്ല. വാക്കുകളിലും പ്രവൃത്തികളിലും വരും, ഇടപാടുകളിലും ഇടപഴകലുകളും ഒരുപാട് അബദ്ധങ്ങൾ വന്നേക്കും.
പക്ഷേ വിട്ടുവീഴ്ച ചെയ്യാനുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബത്തിന്റെ ഏറ്റവും വലിയ വിശാലത എന്താണ്? അവസാനം വരെ മുറിയാത്ത ബന്ധത്തിന്റെ നിലനിൽപ്പ് എന്താണ്? വിട്ടുവീഴ്ചയാണ്. ഏതെങ്കിലും ഒരാള് വാശി പിടിച്ചാൽ രണ്ടു കൂട്ടരും ആ വാശി മൂത്തു കഴിഞ്ഞാൽ മാസം തികഴുമ്പോഴേക്ക് രണ്ടു ഭാഗത്തേക്ക് കുടുംബബന്ധം ചിതറിപ്പോകും. നമ്മൾ നിത്യേന കാണുന്ന കാഴ്ചയല്ലേ? വിട്ടുവീഴ്ച ചെയ്യാനുള്ള കഴിവാണ് നമ്മുടെ ബന്ധത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ചിലപ്പോൾ സാമ്പത്തിക രംഗത്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, കുടുംബപരമായ വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ഒന്ന് കിട്ടാത്തതിന്റെ പേരിൽ സ്വന്തക്കാരായ ആളുകൾ വഴക്ക് പറഞ്ഞെന്ന് വരും, മാപ്പാക്കി കൊടുക്കേണ്ടി വരും. കല്ലെറിഞ്ഞിട്ട് തങ്ങൾ ദുആ ചെയ്തില്ലല്ലോ, കൂക്കി വിളിച്ചിട്ട് തങ്ങൾ ദുആ ചെയ്തില്ലല്ലോ. കൂടെയുണ്ടായിരുന്ന സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയുടെ നടുഭാഗം രക്തമൊലിച്ച് പൊട്ടിപ്പോയി. സെയ്ദ് റളിയല്ലാഹു അൻഹുവോട് തങ്ങൾ പറഞ്ഞു, സെയ്ദേ, നിങ്ങൾ മക്കയിലേക്ക് നീങ്ങണം, എന്നെ കാത്തു നിൽക്കേണ്ട, ആരും കാണാത്ത വഴിയിലൂടെ മക്കയിലേക്ക് പോകണം, ഞാൻ അങ്ങോട്ടെത്താം. കുടുംബക്കാരെ അവരെ മാനിച്ചുകൊണ്ട് അവരിൽ നിന്ന് ചെറിയൊരു ഒത്താശ ലഭിക്കുമെന്ന് കരുതി തങ്ങൾ വന്നപ്പോ പകരം കിട്ടിയത് കൂക്കുവിളിയും കല്ലേറുമാണ്. പക്ഷേ ആ അധരങ്ങളിൽ നിന്ന് വന്ന പ്രാർത്ഥന, അല്ലാഹുമ്മഗ്ഫിർ ലഹും അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. മാപ്പ് നൽകണേ അല്ലാഹ്, അറിവില്ലാത്ത സമൂഹമാണ്, പുറത്തു കൊടുക്കണം. നേർക്ക് നേരെ തങ്ങളൊരു വാക്ക് നഅം എന്നൊരു 3 അക്ഷരം പറഞ്ഞാൽ മതി. 2 ഭാഗങ്ങളിൽ നിൽക്കുന്ന 2 പർവ്വതങ്ങൾ ഒന്ന് പൊക്കിയെടുത്താൽ ഇന്ന് ചരിത്രത്തിൽ ത്വായിഫ് എന്ന നാടുണ്ടാവുകയില്ല. സദൂം എന്ന് പറയുന്ന ഏറ്റവും നല്ല സുന്ദരമായ നാടിന്ന് ഭൂമി ലോകത്ത് കാണാനില്ല. സദൂമിനോട് ചേർന്ന് നിൽക്കുന്ന 5 നഗരങ്ങൾ ഫലഭൂയിഷ്ടമായ ഭൂമികയായിരുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു മറിച്ചിട്ടില്ലേ? സഹോദരങ്ങളെ, അതിനേക്കാളും അള്ളാഹു സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന അള്ളാഹുവിന്റെ അടിമയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പർവ്വതങ്ങളെ ചുമതലയുള്ള മലക്കിനെ അയച്ചു കൊടുത്തിട്ട് പോലും തങ്ങളുടെ മറുപടി വേണ്ട. ആ ത്വായിഫിൽ നിന്ന് വളരെ വൈകിയാണ് വിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരു മെമ്പർ വന്നത്. പിറ്റത്തെ കൊല്ലമോ ഒന്നും ത്വായിഫിൽ നിന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. ആദ്യമായി ത്വായിഫിൽ നിന്നൊരു മുസ്ലിം വരുന്നത് ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ത്വായിഫിലെ ആദ്യത്തെ മുസ്ലിമാണ്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി മദീനയിൽ വന്നു, വിശ്വസിച്ചു. തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹം അറിയിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, ഉർവ, നിന്റെ നാട്ടുകാര് വല്ലാത്ത നാട്ടുകാരാണ്. 18 ദിവസം ഞാനും എന്റെ സ്വഹാബത്തും അവരെ ഉപരോധിച്ചിട്ട് ഒരൊറ്റ കുട്ടിയും ഇറങ്ങി വന്നിട്ടില്ല, ഒരാളും വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല. അവരെ നല്ലോണം ശ്രദ്ധിക്കണം. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അന അഹബ്ബു ഇലൈഹിം മിൻ അബ്കാരിഹിം, അവരുടെ കുടുംബത്തിലെ കന്യക സ്ത്രീകളെക്കാളും ഞാൻ അവർക്ക് പ്രിയപ്പെട്ട ആളാണ്. എന്തെങ്കിലും ഒരു വിഷയം എന്നോട് തീരുമാനിക്കാതെ അവരാരും നടത്തുകയില്ല. അവരെ കുടുംബത്തിലെ ഒരു കാര്യം നടക്കണമെങ്കിൽ എന്നോട് വന്ന് അന്വേഷിക്കും, അത്രയും പ്രിയങ്കരനാണ് ഞാൻ. എങ്കിലും നിങ്ങൾ പോയിക്കോളൂ, അവരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ആ ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ നാട്ടിലെത്തിയിട്ട് അന്നത്തെ ദിവസം തന്റെ വീടിന്റെ മുകളിൽ കയറിയിട്ട് സുബ്ഹിന്റെ വാങ്ക് വിളിക്കുമ്പോ ഇതേ ത്വായിഫുകാര് അമ്പെയ്ത്ത് നടത്തിയിട്ട് കൊന്നുകളഞ്ഞു. വാങ്ക് പൂർത്തിയാക്കാൻ പോലും അവര് സമ്മതിച്ചില്ല. അത്രയും എതിർപ്പുള്ള കൂട്ടരാണ് സഹോദരങ്ങളെ ത്വായിഫിൽ അന്നുണ്ടായിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് മാപ്പ് നൽകിയതിന്റെ പിന്നാമ്പുറത്താണ് ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരു മെമ്പറായി കിട്ടിയത്. അതാണ് തങ്ങൾ ആഗ്രഹിച്ചത്. വർഷങ്ങളോളം കാത്തിരുന്നിട്ട് തങ്ങൾക്ക് കിട്ടിയൊരു ആഗ്രഹം, സന്തോഷം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ കുടുംബക്കാർക്ക് തങ്ങൾ വലിയ പരിഗണന കൊടുത്തു. ഒന്നും അവരെ ചെയ്തില്ല
ചെയ്യില്ല. സ്വന്തം ബാപ്പയുടെയും ഉമ്മയുടെയും സഹോദരങ്ങള് സഹോദരിമാര്, സ്വന്തം രക്തത്തിന്റെ ഭാഗമായ ജേഷ്ഠാനുജന്മാര്, അതുപോലെ തന്നെ പെങ്ങന്മാര്, അവരുടെയും ഇവരുടെയും ബന്ധത്തിലുള്ള മക്കൾ, നമ്മൾ തമ്മിൽ വലിയ ബന്ധം വേണം. വിട്ടുവീഴ്ച ചെയ്യാൻ സഹോദരങ്ങൾക്ക് വലിയ കഴിവ് വേണം. സ്വാഭാവികമായും എല്ലാവരുടെയും സ്വഭാവവും നിറവും രൂപവും ഒരുപോലെയായിരിക്കില്ല. എന്നാലും വിട്ടുവീഴ്ച മനോഭാവത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണം. ആ ഉള്ളിലിരിക്കുന്ന സ്നേഹമില്ലേ, അത് വിട്ടുവീഴ്ച മനോഭാവത്തോടെയാണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പ്രതിഫലിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം കുടുംബക്കാരിൽ നിന്ന് വിഷമതകൾ അനുഭവിച്ചതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷേ പകരം തീർക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് ഒരു പ്രാർത്ഥന പോലും നിർവഹിച്ചില്ല. തിരുപാദങ്ങളിൽ നിന്ന് രക്തം